Hi students, you know about derivatives. Now you are dealing with the vector functions. So there is a direction, and so the derivatives here are called the directional derivatives. What is the derivative of a function f of x? How it can be defined? Derivative നമ്മൾ പറയാൻ പോകുന്നത് വെക്ടർ ഫംഗ്ഷൻസിൻ്റെ ബേസ് ചെയ്താണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പക്ഷെ നിങ്ങളുടെ പഴയ ഓർമ്മയിൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത്? ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അതൊരു ലിമിറ്റായിരുന്നു. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അതായിരുന്നു ഡെറിവേറ്റീവ് എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ രണ്ട് വേരിയബിൾ ഉള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും? ഇത് ഫംഗ്ഷൻ്റെ ഒറിജിനൽ വാല്യൂ. അപ്പോൾ നമുക്ക് എഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ എക്സിന് ഇൻക്രിമെൻ്റ് കൊടുക്കണം എക്സ് പ്ലസ് സംതിങ്, വൈക്ക് ഇൻക്രിമെൻ്റ് കൊടുക്കണം വൈ പ്ലസ് സംതിങ്, എന്നിട്ട് ആ ഫംഗ്ഷൻ്റെ വാല്യൂ എവാലുവേറ്റ് ചെയ്യണം മൈനസ് എഫ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഈ ഇൻക്രിമെൻ്റ് കൊടുത്തത് എന്താണോ ഡെൽറ്റ എക്സ്, അതാണ് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സിന് കൊടുക്കുന്ന അതേ ഇൻക്രിമെൻ്റ് തന്നെ ആകണം വൈക്ക് എന്ന് നിർബന്ധമൊന്നും ഇല്ല. അപ്പോൾ എക്സും വൈയും രണ്ടായപ്പോൾ ഒരു ഡയറക്ഷനായി. സോ ഇറ്റ് ഈസ് കോൾഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഇത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. നൗ വി ഡിഫൈൻ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. നമ്മുടെ വെക്ടർ പർപ്പസിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഡെറിവേറ്റീവിനെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നാണ് നമ്മൾ വിളിക്കുക. ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ അറ്റ് ദ പോയിന്റ്, ഇത് എക്സ് നോട്ടിലാണെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്നായിരുന്നല്ലോ നമ്മൾ പറയുന്നത്. അതുപോലെ മാത്രമേ ഉള്ളൂ. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ അറ്റ് പി നോട്ട്. പി നോട്ട് മീൻസ് എക്സ് വൈയുടെ പർട്ടിക്കുലർ വാല്യൂസ് 1, 2 ഡെറിവേറ്റീവ് എന്നൊക്കെ അറ്റ് പി നോട്ട് എക്സ് നോട്ട് വൈ നോട്ട്. Directional derivative in the direction of the unit vector u bar equal to u1i plus u2j. ഈ വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള, ഇവിടെ രണ്ടിടത്തും ഒരു ഇൻക്രിമെൻ്റ് കൊടുക്കണം എന്ന് പറഞ്ഞില്ല, ആ ഇൻക്രിമെൻ്റ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എഫിൻ്റെ ഡെറിവേറ്റീവ് ഡി എഫ് ഡിവൈഡഡ് ബൈ നമ്മൾ എഴുതാൻ പോകുന്നത് ഡി എസ് എന്നാണ്. at p naught with respect to u bar at p naught, and this is equal to എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്നറിയാമോ? ലിമിറ്റ് ഓഫ് എങ്ങനെയാണ് വേണ്ടത്? എഫ് ഓഫ് എക്സ് പ്ലസ് ഇത് കാണുന്ന എക്സിൻ്റെ ഡയറക്ഷൻ, ഇത് കാണുന്ന വൈയുടെ ഡയറക്ഷൻ. അപ്പോൾ എസ് ഇൻറ്റു u1 വൈ പ്ലസ് എസ് ഇൻറ്റു u2, ഈ വെക്ടർ എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷൻ എടുത്ത് ഇവിടെ കൊടുത്തു, മൈനസ് എഫ് ഓഫ് എക്സ് വൈ. അത് പി നോട്ടിലാണെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, ഇവിടെ കൊടുക്കുന്നത് എക്സ് നോട്ടിൽ നിന്നും വൈ നോട്ടിൽ നിന്നുള്ള ഇൻക്രിമെൻറ്റ് ഡിവൈഡഡ് ബൈ, ഇനിയിപ്പോൾ ഇൻക്രിമെൻറ്റ് 0യിലേക്ക് പോകാമെന്നാണ്. യൂണിറ്റ് വെക്ടറിൻ്റെ കമ്പോണൻസ് ആണ്, അത് ചെറുതാണ്. പിന്നെ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എസ് ഇൻറ്റു u1. അപ്പോൾ അതൊരു ഒരേ വാല്യൂ അല്ല, ഇവിടെ രണ്ടെണ്ണം വരികയില്ല, അതൊരെണ്ണം ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എസ് എന്നുള്ള ഒരു ടേം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതല്ല വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് കേട്ടോ ഡിഫറൻഷ്യൽ. അപ്പോൾ ആ എസ് ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരിക. ലിമിറ്റ് എസ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എസ് u1 വൈ നോട്ട് പ്ലസ് എസ് u2. ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സിൽ എക്സ് നോട്ട് പ്ലസ് എസ് u1 വൈ നോട്ട് പ്ലസ് എസ് u2 എക്സ് വൈക്ക് പകരം കൊടുക്കുക, എന്നിട്ട് ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാ ഇൻക്രിമെൻ്റ് കിട്ടിയ ഫംഗ്ഷൻ്റെ വാല്യൂ. ഇൻക്രിമെൻറ്റ് എക്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് u1 വൈ ഇൻ ദ ഡയറക്ഷൻ ഓഫ് u2. അത് രണ്ടായിട്ട് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് രണ്ടിൻ്റെയും കൂടെ എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മൈനസ് പി നോട്ടിലെ ഒറിജിനൽ വാല്യൂ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഡിവൈഡഡ് ബൈ എസ്. അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ആലോചിക്കുക. അപ്പോൾ നമുക്ക് രണ്ട് ഡയറക്ഷനിൽ കൊടുക്കണം, എക്സിൻ്റെയും വൈയുടെയും. അപ്പോൾ രണ്ട് വാല്യൂ ഇവിടെ വന്നാൽ ഇവിടെ ഡിവിഷൻ നടക്കത്തില്ല, അതുകൊണ്ടാണ് എസും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ്
ഓഫ് എഫ് അറ്റ് പി നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ യൂണിറ്റ് വെക്ടർ. ഈ വെക്ടർ യൂണിറ്റ് വെക്ടർ ആയിരിക്കണേ, അല്ലെങ്കിൽ നമ്പർ ഒത്തിരി വലുതായിട്ടൊക്കെ വരുമല്ലോ. ഏതെങ്കിലും വെക്ടർ ആണെങ്കിൽ ഒത്തിരി വലിയ നമ്പറുകൾ വന്നാൽ ഇത് പറയുന്നതിന് അർത്ഥമില്ലാതായിപ്പോൾ. അപ്പോൾ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. അങ്ങനെ ക്യാപിറ്റൽ ഡി ഉപയോഗിച്ച് എഴുതാറുണ്ട്. ഡി യു ബാറിനോട് അനുബന്ധിച്ച് കാൽക്കുലേറ്റ് ചെയ്താണെന്ന് കാണിക്കും. ഡി യു ബാർ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. ഓഫ് എഫ് അറ്റ് പി നോട്ട്, ഡി യു ബാർ എഫ് അറ്റ് പി നോട്ട്, അല്ലെങ്കിൽ ഡി എഫ് ബൈ ഡി എസ് യു ബാർ പി നോട്ട് ഫോമായിട്ട് ഇങ്ങനെ എഴുതും. യു ബാർ പി നോട്ട്. ഇതാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവിൻ്റെ definition. Now we can calculate directional derivative in two different ways using this definition, and you know the concept of the gradient vector I think. And using the gradient vector du bar f df by ds at u bar p naught തന്നെയാണ് du bar f equal to del f at p naught. del ഗ്രേഡിയൻ്റ് ഈ പി നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഡോട്ട് പ്രോഡക്റ്റ് വിത്ത് യു ബാർ. ഇത് നമ്മൾ പിന്നീട് ഇതിലേക്ക് വരും. ഇതാണ് കാൽക്കുലേഷൻ പർപ്പസിൽ എളുപ്പമുള്ള കാര്യം, ഡെൽ എഫ് ഡോട്ട് യു ബാർ. പക്ഷേ ഡയറക്റ്റ് ഡെഫിനിഷൻ ഈ ലിമിറ്റ് ഡെഫിനിഷനാണ്. അത് ഉപയോഗിച്ചും ചെയ്യാൻ നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലും ചെയ്യും. ഡയറക്ഷണൽ ഡെറിവേറ്റീവ് അത് എക്സും വൈയും വേരിയബിൾ ഉള്ളപ്പം രണ്ട് കമ്പോണൻസ് ഉണ്ട്. അതിന് രണ്ട് ഇൻക്രിമെൻ്റ് ആണ് വരാൻ പോകുന്നത്. അതാണ് ഡയറക്ഷൻ്റെ പ്രാധാന്യം. പക്ഷെ ഡിവൈഡ് ചെയ്യാൻ ഒരു പാരാമീറ്റർ വേണം. അതുകൊണ്ട് രണ്ട് ഡയറക്ഷനെയും എസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതേ ഡയറക്ഷൻ ഒത്തിരി വലുതായി പോയി കഴിഞ്ഞാൽ ഇത് മീനിങ്ലെസ് ആവും. അതുകൊണ്ടാണ് യൂണിറ്റ് വെക്ടർ നമ്മൾ നിർബന്ധം പിടിച്ച് ഡെഫിനിഷൻ കൊടുക്കുക. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഇൻഡിക്കേറ്റിംഗ് ദ പോയിന്റ് ആൻഡ് ദ ഡയറക്ഷൻ. either tf by ds യു ബാർ പി നോട്ട് കോമായിട്ട് എഴുതുക, ഓർ ഡി യു ബാർ എഫ് അറ്റ് പി നോട്ട് എന്നുള്ളത് ഉപയോഗിക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ ലിമിറ്റ് ഡെഫിനിഷൻ ഓർ ഈസിലി ബൈ യൂസിങ് ദ ഗ്രേഡിയന്റ് വെക്ടർ ലൈക്ക് ദിസ്. ഇത് ഉപയോഗിക്കാനുള്ള കാരണം മറ്റേത് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ലിമിറ്റ് ഡെഫിനിഷൻ ഉപയോഗിച്ച് ഡയറക്റ്റ് ഒരു പ്രോബ്ലംസ് ചെയ്യാം. അവരെന്നെയാണ് ചെയ്യുന്നത് tedious ആയിട്ടുള്ള പ്രോസസ്സാണ് കാൽക്കുലേഷൻ. അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടും ഗ്രേഡിയൻ്റ് ഉപയോഗിച്ചാണ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുക.